നമസ്കാരം. ഇന്ത്യ ഞാൻ പറയുന്നത് കേൾക്കും. ഇന്ത്യയിൽ നിന്ന് താരിഫുകളെ സംബന്ധിച്ച ഒരു ഔദ്യോഗിക അറിയിപ്പും ലഭിക്കാതെ ട്രംപ് ഇങ്ങനെ പറയുന്നതിന്റെ കാരണമെന്ത്? ആഗോള വ്യാപാരത്തെ ബാധിച്ചേക്കാവുന്ന പരസ്പര താരിഫുകൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US ഇറക്കുമതികൾക്കുള്ള തീരുവ ഇന്ത്യ ഗണ്യമായി കുറയ്ക്കുമെന്ന് അപ്രതീക്ഷിത അവകാശവാദം ഉന്നയിച്ചു. എന്നിരുന്നാലും അത്തരമൊരു നീക്കത്തെക്കുറിച്ച് ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അമേരിക്കയുടെ സഖ്യകക്ഷികളെ അകറ്റി നിർത്തുന്ന നീക്കത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് മറുപടിയായി പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ പല രാജ്യങ്ങളും അവരുടെ താരിഫ് കുറയ്ക്കുമെന്ന് ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു. അന്യായമായ രീതിയിലാണ് അവർ നികുതി ഈടാക്കുന്നത് എന്നതിനാൽ അവരിൽ പലരും താരിഫ് കുറയ്ക്കുമെന്ന് ഞാൻ കരുതുന്നു. വർഷങ്ങളായി ഇവർ ഇത് ചെയ്തു വരുന്നു. അടുത്തിടെ കാർ താരിഫ് 2.5% കുറച്ച യൂറോപ്യൻ യൂണിയനെ അദ്ദേഹം ഉദാഹരണമായി ഉദ്ധരിച്ചു. ഇന്ത്യ അതിന്റെ താരിഫ് ഗണ്യമായി കുറയ്ക്കുമെന്ന് ഞാൻ കുറച്ചു മുമ്പ് കേട്ടതായി തോന്നുന്നു. എന്നിരുന്നാലും ട്രംപ് വിശദാംശങ്ങൾ നൽകുകയോ ഈ അവകാശവാദം സ്ഥിരീകരിക്കുന്ന ഏതെങ്കിലും ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ പരാമർശിക്കുകയോ ചെയ്തിട്ടില്ല. വ്യാപാര അസന്തുലിതാവസ്ഥയെക്കുറിച്ച് ട്രംപ് വാചാലനാകുകയും ഇന്ത്യയെ താരിഫ് രാജാവ് എന്ന് ആവർത്തിച്ച് മുദ്ര കുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഏറ്റവും കൂടുതൽ താരിഫ് ദുരുപയോഗം ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. വ്യാപാര നയത്തിലെ ചരിത്രപരമായ മാറ്റത്തിൽ അടയാളവുമായി ഏപ്രിൽ 2 വിമോചന ദിനമായി US പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അമേരിക്കയുടെ പ്രതികാര നടപടി ഭയന്ന് ധാരാളം രാജ്യങ്ങൾ അവരുടെ താരിഫ് ഉപേക്ഷിക്കുമെന്നാണ്. അതേസമയം വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ഇന്ത്യയുടെ ഉയർന്ന തീരുവകളെ, പ്രത്യേകിച്ച് US നിന്നുള്ള കാർഷിക ഇറക്കുമതിക്കുള്ള തീരുവകളെ വിമർശിച്ചു. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ 100% തീരുവ ചുമത്തി. US പാലുൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ 50% തീരുവ ചുമത്തി. അരിക്ക് ജപ്പാൻ 700% തീരുവ ചുമത്തി. കാനഡ വെണ്ണയ്ക്കും ചീസിനും 300% തീരുവ ചുമത്തി. ഇത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഈ വിപണികളിൽ പ്രവേശിക്കുന്നത് അസാധ്യമാക്കുന്നു. ഇത് US കയറ്റുമതിയെ ബാധിക്കുകയും വ്യാപാര കമ്മിയിലേക്ക് നയിക്കുകയും നിരവധി അമേരിക്കക്കാരെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇതായിരുന്നു അവരുടെ വാക്കുകൾ. എന്നാൽ ഇന്ത്യയുടെ പ്രതികരണം എന്താണെന്ന് കൂടി നമുക്കറിയാം. വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നു. പ്രതികാര നടപടി ഭീഷണി മുഴക്കിയ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ US സൗഹാർദ്ദപരമായി വ്യാപാര പരിഹാരങ്ങൾക്കായി പ്രവർത്തിച്ചു വരികയാണ്. ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളുകൾ, അമേരിക്കൻ ബർബൻ വിസ്കി എന്നിവയ്ക്ക് ഇന്ത്യ സമീപ വർഷങ്ങളിൽ തീരുവ കുറച്ചിട്ടുണ്ട്. 2025 കേന്ദ്ര ബഡ്ജറ്റിന്റെ ഭാഗമായി ഇന്ത്യ പ്രധാന കസ്റ്റംസ് തീരുവ ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നു. അവയിൽ ഇവയും ഉൾപ്പെടുന്നു. അമേരിക്കൻ സോളാർ സെല്ലുകൾ, യന്ത്രങ്ങളും ആഡംബര കാറുകൾ, ഗൂഗിൾ, മെറ്റ, ആമസോൺ തുടങ്ങിയ US ടെക് സ്ഥാപനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന 6% ഡിജിറ്റൽ പരസ്യ നികുതി നീക്കം ചെയ്യൽ. ഇതെല്ലാം ചെയ്തിട്ടും ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധത്തിന് ഒരുങ്ങുകയാണ് US. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.